ഇനി പ്രേക്ഷകരോട് ഒരു കാര്യം ചോദിക്കാം. ബോളിവുഡ് സിനിമയുടെ തലവര മാറ്റാൻ പോകുന്ന ഒരു ചിത്രത്തിന്റെ പേര് പറയാൻ കഴിയുമോ ഇനി വരാൻ പോകുന്നത് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം പറയുന്ന പേര് മോഹൻലാലിന്റെ ദൃശ്യം 3 എന്ന ചിത്രം തന്നെയായിരിക്കും. അതല്ലാതെ വേറെ ഓപ്ഷൻ തന്നെയില്ല. കാരണം ദൃശ്യം 3 ഉണ്ടാക്കാൻ പോകുന്ന ഒരു റെസ്പോൺസ് എന്താണെന്ന് നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുമ്പോഴൊക്കെ ഗംഭീര സംഭവങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ദൃശ്യം എന്ന ചിത്രത്തിന്റെ 3ാം പാർട്ട് എന്ന് പറയുന്നത് അത് ഇച്ചിരി വലിയ സംഭവം തന്നെയാണ്. അത്രയ്ക്ക് വലിയ പ്രതീക്ഷയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ അടുത്തിടെയാണ് ഒരു വലിയ സംഭവം ഉണ്ടായത്. ദൃശ്യം എന്ന ചിത്രം ബോളിവുഡിൽ എത്താൻ പോകുന്നു നമ്മുടെ ചിത്രത്തെക്കാൾ മുന്നേ. ഇത് മോളിവുഡിനെ വലിയൊരു വെല്ലുവിളിയായി മാറും എന്ന രീതിയിലുള്ള ചർച്ചകൾ പിന്നീട് ഉണ്ടാകുകയും ചെയ്തു. ദൃശ്യം 3 എന്ന ചിത്രം ഹിന്ദിയിൽ സെപ്പറേറ്റ് ആയി ഒരുങ്ങാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. എന്നാൽ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഇപ്പോൾ എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ. മോളിവുഡ് ഒരു ചെക്ക് വെക്കാൻ പോകുന്നു ബോളിവുഡുകാർക്ക് തന്നെ. മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ ദൃശ്യം 3. ഹിന്ദിയിലും തെലുങ്കിലും കൊറിയൻ ചൈനീസ് ഭാഷകളിലും ഉൾപ്പെടെ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഫ്രാഞ്ചൈസിയിലെ 3ാം ചിത്രം എന്ന് ആരംഭിക്കുമെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ. ദൃശ്യം 3യുടെ മലയാള പതിപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ മറ്റ് അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ലെങ്കിലും ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പ് സംബന്ധിച്ച് പുതിയ അപ്ഡേറ്റുകൾ വരികയുണ്ടായി. അജയ് ദേവ്ഗൺ നായകനാകുന്ന സിനിമയുണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക കത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത്. പനോരമ സ്റ്റുഡിയോസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി പങ്കിട്ട ഔദ്യോഗിക കത്തിൽ ഫ്രാഞ്ചൈസിയുടെ 2ാം ഭാഗം സംവിധാനം ചെയ്യാൻ അഭിഷേക് പഥക് 3ാം ഭാഗത്തിലും തിരിച്ചെത്തും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതുകൂടാതെ ദൃശ്യം 3 നിർമ്മിക്കുന്നതിനായി ഡിജിറ്റൽ 18 മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒരു നിർമ്മാണ കരാറിൽ ഒപ്പുവെക്കുന്നതിനെ കുറിച്ചും കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ കത്ത് അജയ് ദേവ്ഗന്റെ ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു. ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ മോളിവുഡ് വേഴ്സസ് ബോളിവുഡ് എന്ന രീതിയിലുള്ള വാക്ക് തർക്കങ്ങളാണ് പിന്നീട് ആരാധകർക്കിടയിൽ ഉണ്ടായത്. പണ്ട് മുതലേ അവരുടേതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്ന കുറെ പേരുണ്ട്. എന്നാൽ മോളിവുഡ് വെർഷൻ കണ്ടവർക്ക് അത് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട് ബോളിവുഡിൽ. ഇതിനിടയ്ക്കാണ് വാക്ക് തർക്കങ്ങളും ഉണ്ടായത്. രണ്ടു കൂട്ടരും വാക്ക് തർക്കം നടത്തുമ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്നും ഒരു മറുപടിയും ഇതിന് പിന്നിൽ വന്നില്ല എന്നതാണ് കൗതുകമായി കണ്ടത്. എന്തുകൊണ്ട് ഇതിനൊരു മറുപടി കൊടുക്കുന്നില്ല? അതോ മോളിവുഡും ബോളിവുഡും ഒരുമിച്ചുള്ള പദ്ധതിയാണോ ഇതെന്നൊക്കെ ഉള്ള ചോദ്യങ്ങളും വന്നിരുന്നു. ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണം ഈ വർഷം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് നേരത്തെ പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്തിരുന്നു. അജയ് ദേവ്ഗൺ ഇപ്പോൾ മറ്റു ചില സിനിമകളുടെ പണിപ്പുരയിലാണ്. ഈ സിനിമകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ദൃശ്യം 3 ആരംഭിക്കുക എന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ എല്ലാത്തിനും ഒരു മറുപടി പറഞ്ഞുകൊണ്ട് നമ്മുടെ മോളിവുഡ് തന്നെ എത്തിയിരിക്കുകയാണ്. കാരണം ജിത്തു ജോസഫ് ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഒരു സ്റ്റോറി പങ്കുവെക്കുകയുണ്ടായി. ഇത് കണ്ടപ്പോഴാണ് ആരാധകർക്ക് ഏറ്റവും വലിയൊരു അതിശയവും ഒരു അപ്ഡേറ്റും കിട്ടിയ സന്തോഷം എത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പേ തന്നെ ചില മൂവി അനലിസ്റ്റുകൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവിട്ടിരുന്നു. മലയാളത്തിന്റെ ദൃശ്യം 3 ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ട്. സെപ്റ്റംബർ 2025 തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള പദ്ധതി ദൃശ്യം 3യുടെ അണിയറ പ്രവർത്തകർ ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നത്. ഇതൊരു ബ്രേക്കിംഗ് ന്യൂസായി അവർ കൊണ്ടുവന്നപ്പോൾ തൊട്ടു പിന്നാലെയാണ് ജിത്തു ജോസഫിന്റെ സോഷ്യൽ മീഡിയ സ്റ്റോറി പോസ്റ്റ് എത്തിയിരിക്കുന്നത്. കോഫി ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം പങ്കുവച്ചപ്പോൾ തൊട്ടടുത്ത് ഒരു സ്ക്രിപ്റ്റിംഗ് നടക്കുന്നതിന്റെ ഒരു സംഭവം കൂടി ആരാധകരുടെ കണ്ണിൽ പെടുകയുണ്ടായി. സീൻ 24 ജോർജ് കുട്ടിയുടെ എന്ന് തുടങ്ങുന്ന ഒരു ജിത്തു ജോസഫിന്റെ എഴുത്താണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ അത് വലിയ രീതിയിൽ വൈറലാകുകയും ആരാധകർക്ക് പിടികിട്ടുകയും ചെയ്തു. ദ ക്ലാസിക് ക്രിമിനൽ ഈസ് കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നിറഞ്ഞത്. അപ്പോൾ ഉറപ്പിക്കാം, മോളിവുഡ് വേഴ്സസ് ബോളിവുഡ് എന്നത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. രണ്ടുപേരും ഒരേ ടൈമിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള പദ്ധതിയാണ് ഈ നടക്കുന്നത് എന്നല്ലേ സൂചന ലഭിക്കുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത്. ബോളിവുഡും ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടത്താൻ പോകുന്നത് എന്നാണ് ബോളിവുഡിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ മലയാള സിനിമയിൽ നിന്നും വരുന്നതും ഇതേ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ്. അപ്പോൾ രണ്ടും ഒരേ സ്ക്രിപ്റ്റിൽ തന്നെയാണോ, രണ്ടും രണ്ട് സ്ക്രിപ്റ്റിലാണോ എന്നതൊക്കെ ഇനി കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഏറ്റവും ആദ്യം കേട്ട ന്യൂസ് എന്ന് പറയുന്നത് മോളിവുഡും ബോളിവുഡും ഒരുമിച്ച് ദൃശ്യം 3 ഷൂട്ട് ചെയ്യുകയും റിലീസാകുകയും ചെയ്യുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളായിരുന്നു. കൂടാതെ മോളിവുഡുകാർ ഈ ചിത്രത്തെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും പിന്നീട് വരികയുണ്ടായി. അതാണ് ആശീർവാദിന്റെ പദ്ധതി എന്നാണ് പിന്നീട് കേട്ട ഏറ്റവും വലിയ റിപ്പോർട്ട്. അതിന് തന്നെയാണോ ഇവർ ഒരുങ്ങാൻ പോകുന്നത്, അതോ ബോളിവുഡും മോളിവുഡും ഒരുമിച്ച് സിനിമയെടുത്ത് ഇറക്കാനുള്ള പരിപാടിയാണോ എന്നതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും മോളിവുഡും ബോളിവുഡും കൊമ്പ് കോർക്കുകയാണെങ്കിൽ അതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് മോളിവുഡ് എന്നാണ് ഇപ്പോൾ ജിത്തു ജോസഫ് അടക്കം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സൂചന ലഭിച്ചപ്പോൾ സെപ്റ്റംബർ 2025 തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ ദൃശ്യം 3 പ്ലാൻ ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.